നമസ്കാരം. വാർത്തകളെ ഏറ്റവും അടുത്ത് അറിയാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ കാലങ്ങളായിട്ട്. ചില വാർത്തകളെ അടുത്തറിയുമ്പോൾ അത് വ്യാജമാണെന്ന് മനസ്സിലാവുമ്പോൾ, വ്യാജമാണെന്ന് പറയുമ്പോൾ, വ്യാജമാണെന്ന് എല്ലാവർക്കും തിരിച്ചറിയുമ്പോഴും അതിൽ നടത്തുന്ന അന്വേഷണങ്ങൾ പലപ്പോഴും അത് വെള്ളത്തിൽ വരച്ച വരയായി പോകാറാണ് പതിവ്. അതിൽ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, ആരോഗ്യമന്ത്രിയുടെ PA അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളൊരു ഭയങ്കര ബോംബിങ്ങായ ഒരു ആരോപണം. സത്യത്തിൽ ആരോപണത്തിൽ ഏറ്റവും വലിയ പൊള്ളത്തരം എന്താണെന്ന് വെച്ചാൽ, വളരെ കൃത്യമായിട്ട് ആ മെയിൽ ചെക്ക് ചെയ്യാനായിട്ട് അറിയുന്നു എന്ന് വെച്ചാൽ ആ ആരോപണമില്ല, ആ മെയിൽ ഒറിജിനലല്ല, മെയിൽ വ്യാജമാണ്, അത്ര പോലും അതിൻ്റെ ഫാക്റ്റ് ചെക്ക് ചെയ്യാൻ നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വശം. പക്ഷേ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണം നടക്കണം. നമുക്കറിയാം, കൈരളിയാണ് മറ്റേ അഖിൽ മാത്യു അവിടെ പത്തനംതിട്ടയിൽ കല്യാണം കൂടുന്ന ആ വീഡിയോ പുറത്തു വിട്ടത്. പക്ഷേ അതിലൊരു ആസൂത്രണം ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഹരിദാസൻ കുമ്മോളി വളരെ കൃത്യമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പരാതി കൊടുക്കുന്ന ദിവസം പോയി നിൽക്കുകയും പൈസ കൊടുക്കാതെ പോരുകയും ചെയ്തു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തു പിന്നീട് പുറത്തു വന്നതാണ്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ പറയുന്നു അതിലൊരു മാധ്യമ ഗൂഢാലോചനയോ മറ്റൊരു തരം ഗൂഢാലോചന ഇല്ല, വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. അങ്ങനെ തന്നെ കേൾക്കുമ്പോൾ അറിയാലോ, ഈ ഗൂഢാലോചനകൾ ഇല്ലാതാക്കി പോകുന്നതിൽ പോലീസിൻ്റെ ഒരു അന്തർനാടകമുണ്ട്, മാധ്യമങ്ങളും പോലീസും തമ്മിലുള്ളൊരു അന്തർനാടകമുണ്ട്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞോടത്തൊന്നും അല്ല നിൽക്കുന്നത്. എന്തായാലും സിനിമാക്കാർ ആദ്യം PV അൻവറിന് നന്ദി പറയേണ്ടതുണ്ട്. സിനിമയെ ശുദ്ധീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു അന്വേഷണം, ആ അന്വേഷണം എന്ന് പറയുന്നത് അതിൻ്റെ പ്രശ്നങ്ങളെ പഠിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം അതിനെ വ്യാജമായി മറ്റൊരു രീതിയിൽ കൊണ്ടെത്തിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ മാധ്യമങ്ങൾ ആഘോഷമായിട്ട് നിൽക്കുമ്പോഴാണ് ഇന്ന് പകൽ മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ വിനു വിജോണിന് ഫ്ലോറിൽ വന്ന് നിൽക്കേണ്ടി വന്നത്. കാരണം പ്രതിരോധിക്കാൻ ഇനി വേറൊരു അവസരം കിട്ടില്ലല്ലോ. അത് തന്നെ ആക്രമണമാണ് ഏറ്റവും നല്ല രീതി എന്നുള്ളത് PV അൻവർ കാണിച്ചു തരികയാണ്, പ്രതിരോധമല്ല. നമ്മൾ പലപ്പോഴും പ്രതിരോധിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതിനെപ്പറ്റി KV മധു വളരെ വ്യക്തമായിട്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് മലയാളം ചാനലുകൾ അപ്രധാനം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. മാധ്യമങ്ങളുടെ നോട്ടപ്പുള്ളിയായ, പ്രതിപക്ഷത്തിന്റെ നോട്ടപ്പുള്ളിയായ CPIMന്റെ MLA PV അൻവർ പോലീസിനെതിരെ രംഗത്തെത്തിയതാണ് സംഭവം. അൻവർ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടു. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ രംഗത്തെത്തി. ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ അൻവറിനോട് സുജിത് ദാസ് കേഴുന്ന ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായി പോലും ആരോപണം ഉന്നയിക്കപ്പെട്ടു. റിപ്പോർട്ടർ TVയിൽ ടെലിഫോൺ സംഭാഷണവും വിശദാംശങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മറ്റ് ആരും കാര്യമായി അത് പരിഗണിച്ചില്ല. തൊട്ടു പിന്നാലെ അതിനിർണായകമായ മറ്റൊരു നീക്കമുണ്ടായി. അൻവർ മലപ്പുറം SP-യുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ സംഭവം. ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരം. MR അജിത് കുമാർ കൈക്കൂലി വാങ്ങിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണം. പതിവ് പോലെ അപ്രധാനം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ടർ ഇങ്ങനെ പറഞ്ഞു: പോലീസ് ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ല എന്നതാണ് PV അൻവറിന്റെ യഥാർത്ഥ പ്രശ്നം. അൻവറിന്റെ സ്വകാര്യ താല്പര്യം മുൻനിർത്തി കൊടുത്ത കേസിൽ പോലീസ് വേണ്ട വിധത്തിൽ പ്രതികരിക്കുന്നില്ല എന്നതാണ് ഒരു കാരണം. മറ്റൊന്ന്, മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ച അൻവറിന് ആ സാധ്യതയും ഇല്ലാതായി എന്നതാണ് പ്രശ്നം. മൊത്തത്തിൽ അൻവർ അധികാരം ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ കമൻറ്റിലിടാം. വളരെ കൃത്യമായും വ്യക്തമായിട്ടും ന്യൂസ് എയ്റ്റ് ഹൗസിൽ മധു അത് പറയുന്നുണ്ട്. കളി മാറി എന്നുള്ളതാണ്. മാധ്യമങ്ങളും പോലീസും അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ചിലരും തമ്മിലുള്ള അവിശുദ്ധമായൊരു കൂട്ടുകെട്ട് അതിവിടെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും പ്രതിരോധത്തിൽ പോകുന്നുണ്ടായിരുന്നത് കാരണം പ്രതിരോധിക്കാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ ഓരോ ദിവസവും വ്യാജമായിട്ട് വരുത്താനായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. കളി മാറി. ഏഷ്യാനെറ്റ് പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ആക്രമണം പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ പാടായി. വിശദമായ വീഡിയോ ഓരോന്നുമായി ബന്ധപ്പെട്ട് ചെയ്യാം. എന്തായാലും ചെയ്യാനായിട്ട് ഒരു മടിയുമില്ല, ചെയ്ത് തന്നെ ഇരിക്കും, അതിലൊരു സംശയമില്ല. എന്തായാലും വിനു വിജോണും അബ്ജോദിനുള്ളതൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എല്ലാവരും തന്നതിനൊക്കെ സ്വീകരിക്കുക. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, CP അജിതിയാണ് പോലീസ് ഓഫീസറുടെ വീടിൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ പോയി അന്വേഷിക്കാൻ പോകുന്നത്. CP അജിതിനെ അറിയാലോ, 35 ലക്ഷം രൂപയുടെ അതിനൂതന ബുള്ളറ്റ് പ്രൂഫ് കാർ അന്വേഷിച്ച് പോയ CP അജിതിയാണ്.
അപ്പോൾ ബുള്ളറ്റ് പ്രൂഫൊക്കെ വേണ്ടി വരും ഇനി. സത്യത്തിൽ നേരിട്ടുള്ള വെടിക്കെട്ടിനല്ല, വെടിവെപ്പിനും അല്ല, ഈ പറഞ്ഞ പോലെ എവിടെയാണോ വെടിക്കെട്ട് നടന്നതെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് പുക വരുന്നുണ്ടെന്ന് പറയാം. തൽക്കാലം ഇതിവിടെ നിർത്തുന്നു. കൂടുതൽ പറയേണ്ടതുണ്ട്, കൂടുതൽ ഓരോ വാർത്തയായിട്ട് വരാം, ഓരോരോ കാര്യങ്ങൾ എടുത്തു വെച്ചതുണ്ട്.